രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ നാരായണീയം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയം ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ദശകം നാലാമത്തെ ശ്ലോകമാണ്. മൂന്നാമത്തെ ദശകം നാലാമത്തെ ശ്ലോകം എപ്പിസോഡ് 24. അപ്പം ഇതിനു മുമ്പുള്ളത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നാരായണീയം നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ കാമുകി രാധയുടെ ജീവിത കഥ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രാധാറാണിയുടെ കഥകൾ അടുക്കിന് 94 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ ആകുമ്പോൾ അത് 95ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇപ്പം തുടക്കം തൊട്ട് കേൾക്കുക. എന്നിട്ട് സമയം കിട്ടുമ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് ഒന്ന് എന്ന് കേൾക്കുക. എല്ലാ ബുധനാഴ്ചയും ശ്രീബുദ്ധൻ്റെ കഥകളാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും ധർമ്മപദം, ശ്രീബുദ്ധൻ എഴുതിയ ധർമ്മപദം. നിങ്ങൾക്ക് എങ്ങനെ മോക്ഷം കിട്ടും, നിങ്ങൾക്ക് എങ്ങനെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാം, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ധർമ്മപദം എന്ന് പറയുന്നത്. നിശ്ചയമായും കേൾക്കുക.
ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. പിന്നെ നേരിട്ട് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്, സാർ എന്ന് പുതിയ ബാച്ച് തുടങ്ങുമെന്ന് ചോദിക്കുന്നു. ഞാൻ ഡിസംബർ 4-ന് പുതിയ ബാച്ച് തുടങ്ങും. വടകര ഒക്കെ ഉള്ളവർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇംഗ്ലീഷ്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട്, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട് 9645333999. ഇത് തികച്ചും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജ്യോതിഷോപദേശം ലഭിക്കുന്നതാണ്. അതേ കണക്ക് നിങ്ങൾ ഇതിനകത്ത് പ്ലേലിസ്റ്റിൽ ജനറൽ എടുക്കുമ്പോൾ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു, പ്ലീസ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഇതൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കേൾക്കണം. പ്രണയം എങ്ങനെ വിജയിക്കാം എന്നുള്ള ആ വീഡിയോ പ്രണയിക്കുന്നവർ മാത്രമല്ല ഓരോ പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ അത്യാവശ്യമായി കണ്ടിരിക്കണം. ഇതിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. കൃഷ്ണന് പ്രിയപ്പെട്ട മീര, ഭക്ത മീരയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കുക. അതേ കണക്ക് തന്നെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്. നിശ്ചയമായും നിങ്ങൾ ഏത് കേട്ടിരിക്കണം? അഷ്ടാവക്ര ഗീത കേട്ടിരിക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മൂന്നാമത്തെ ദശകം 4-ാമത്തെ ശ്ലോകം നമുക്ക് പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സുനിലാണ്. കഴിഞ്ഞതും പാടിയത് സുനിലാണ്. അപ്പോൾ സുനിൽ വളരെ മനോഹരമായി അത് പാടുന്നു. അതിനുശേഷം നിങ്ങളെ ഞാനിത് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജസ്മരണവിരുജോ നാരദമുഖാ ചരന്തീശ സ്വൈരം സതതപരിനിർബാധപരചിത് സദാനന്ദാദ്വൈത പ്രസരപരിമഗ്ന കിമപരം. അപ്പോൾ നമ്മുടെ സുനില് ഇത് മനോഹരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ. അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, തീർച്ചയായിട്ടും അത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കും. അപ്പം നോക്കിയാൽ നിങ്ങൾ, മുനി പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത് പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖ ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദ ദ്വൈതപ്രസര സദാനന്ദ ദ്വൈതപ്രസര പരിമഗ്ന കിമപരം. ശ്രദ്ധിച്ചേട്ടെ, മുനി അർത്ഥം എഴുത്. മുനി മഹർഷിമാർ, മുനി സമം മഹർഷിമാർ. പ്രൗഢ, പ്രൗഢ ശ്രേഷ്ഠന്മാർ. പ്രൗഢ അർത്ഥം എഴുതിക്കോ, ശ്രേഷ്ഠന്മാർ. മുനി പ്രൗഢ അർത്ഥം മഹർഷി ശ്രേഷ്ഠന്മാർ, മഹർഷി ശ്രേഷ്ഠന്മാർ. രൂഢ അർത്ഥം എഴുതു, രൂഢ ഉറച്ച, രൂഢ ഉറച്ച.
ബ്രാക്കറ്റിൽ പ്രസിദ്ധിയുള്ള, ഇവിടെ പ്രസിദ്ധിയുള്ള എന്നാണ് അർത്ഥം. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഉറച്ച, രണ്ട് പ്രസിദ്ധിയുള്ള. ഇവിടുത്തെ അർത്ഥം പ്രസിദ്ധിയുള്ള എന്നാണ്. രണ്ടും എഴുതി വെച്ചു. ജഗതി സമം ലോകത്തിൽ, ജഗതി സമം ലോകത്തിൽ. ഖലു തീർച്ചയായും, ഖലു തീർച്ചയായും. നോട്ട്ബുക്കിനകത്ത് അർത്ഥം എഴുതിക്കൊള്ളണം. ഗൂഢാത്മഗതയോ, ഗൂഢാത്മഗതയോ. പിരിച്ചെഴുതിക്കോ. ഗൂഢ അധികം ആത്മ അധികം ഗതയ എന്നാണ് അർത്ഥം. അതായത് രഹസ്യമായി വയ്ക്കപ്പെട്ട ആത്മജ്ഞാനമുള്ളവരായി, രഹസ്യമായി വയ്ക്കപ്പെട്ട ആത്മജ്ഞാനം ഉള്ളവരായി. ഗൂഢം രഹസ്യം. ആത്മജ്ഞാനം നേടിയവർ അത് നേടിയെന്ന് മറ്റുള്ളവരെ അറിയിക്കാതെ രഹസ്യമാക്കി വച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അർത്ഥം ഒന്നും കൂടെ പറഞ്ഞു തരാം. രഹസ്യമാക്കി വയ്ക്കപ്പെട്ട ആത്മജ്ഞാനം ഉള്ളവരായി, അല്ലെങ്കിൽ രഹസ്യമായി വയ്ക്കപ്പെട്ട ആത്മജ്ഞാനം ഉള്ളവരായി എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ഭവത്. ഭവത് അങ്ങയുടെ. ഭവത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അങ്ങയുടെ. പാദാംഭോജ, പാദ അധികം അംഭോജ. എന്താണ്? പാദപത്മങ്ങൾ, താമര പോലെ മൃദുലമായ പാദങ്ങൾ എന്നർത്ഥം. പാദാംഭോജ, താമര പോലെ മൃദുലമായ പാദങ്ങൾ. സ്മരണ, സ്മരണ ഓർമ്മയിൽ, സ്മരണ ഓർമ്മയിൽ. വിരുജ, വിരുജ രോഗമില്ലാത്തവരായി. അർത്ഥം എഴുതിക്കൊള്ളണേ. വിരുജ രോഗമില്ലാത്തവരായി. നാരദമുഖ, അർത്ഥം നാരദൻ തുടങ്ങിയ, നാരദമുഖ നാരദൻ തുടങ്ങിയ. ചരന്തീശ, ചരന്തീശ അർത്ഥം ഈശ സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം. ഈശ്വരൻ, ഈശ സഞ്ചരിക്കുന്നു. സ്വൈരം, സ്വൈരം സ്വൈരമായി, സ്വൈരമായി മറ്റൊന്നും അലട്ടാതെ എന്നാണ് അർത്ഥം. സ്വൈര മറ്റൊന്നും അലട്ടാതെ. സതത, സതത എപ്പോഴും, സതത എപ്പോഴും. പരിനിർഭാത പരചിത്, ഒറ്റ വാക്കായിട്ട് എഴുതണം. പരിനിർഭാത പരചിത് അർത്ഥം ചുറ്റും പ്രകാശിക്കുന്ന പരമാനന്ദമാകുന്ന, ചുറ്റും പ്രകാശിക്കുന്ന പരമാനന്ദമാകുന്ന, ചുറ്റും പ്രകാശിക്കുന്ന പരമാനന്ദം ആകുന്ന. സദാനന്ദ, സദാനന്ദ സച്ചിദാനന്ദത്തിൻ്റെ എന്ന് പറഞ്ഞ കുറച്ചും കൂടെ ലളിതമായിട്ട് വേണമെങ്കിൽ ബ്രഹ്മം കണ്ടവൻ്റെ ആനന്ദം, ബ്രഹ്മം എന്തെന്നറിഞ്ഞവൻ്റെ ആനന്ദം, അതാണ് സദാനന്ദ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അർത്ഥം എഴുതിക്കോ. ബ്രഹ്മം എന്തെന്നറിഞ്ഞവൻ്റെ ആനന്ദം, അതിനെയാണ് നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സച്ചിദാനന്ദം എന്ന് അർത്ഥം എഴുതി അതെന്തുവാന്ന് അറിയുന്നോ നോക്കി നടക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എഴുതിയല്ലേ, ബ്രഹ്മം എന്തെന്നറിഞ്ഞവൻ്റെ ആനന്ദം. അദ്വൈത, അദ്വൈത ഒന്നായ എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തത്. ദ്വൈതം രണ്ട്, അദ്വൈതം രണ്ടല്ലാത്തത്. അതാണ് നമ്മൾ വേറെ ഭഗവാൻ വേറെ, അതാണ് ദ്വൈതം. നമ്മളും ഭഗവാനും ഒന്നാണ്, അതാണ് അദ്വൈതം. ശബരിമലയിൽ അദ്വൈതമല്ലേ? എന്താണ്? സ്വാമിയേ ശരണമയ്യപ്പ. ഇരുമുടിക്കെട്ടുമായി നടന്നു പോകുന്നവരും പരസ്പരം വിളിക്കുന്നത് അയ്യപ്പ അല്പം വഴി കൊടു. കണ്ടോ, ഭഗവാനും ഭക്തനും ഒന്നാണ്, അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. പ്രസര, പ്രസര പ്രവാഹം, പ്രവാഹം പ്രസരിക്കുക എന്നർത്ഥം. പരിമഗ്ന, പരിമഗ്ന മുഴുകി, പരിമഗ്ന, പരിമഗ്ന മുഴുകി. കിമപരം, കിമപരം മറ്റെന്തു വേണം, കിമപരം മറ്റെന്തു വേണം. അപ്പോൾ ഇനി ഇതിൻ്റെ അർത്ഥം ഞാനൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തരാം. അതിനുശേഷം ഓരോ വരിയും നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് പരിശോധിച്ച് പറഞ്ഞു തരാം. ഈശ, ഹേ ഈശ, അല്ലയോ ഈശ്വര, ഈ ലോകത്തിൽ ശ്രേഷ്ഠന്മാരായ നാരദാദികളായ മുനിശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞാൽ നാരദൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാർ, അവർ ഭഗവാന്റെ താമര പോലെ മൃദുലമായ പാദങ്ങളെ സ്മരിക്കുന്നത് കൊണ്ട്
ദുഃഖമില്ലാത്തവരായി മാറുകയും അവര് അതീവ രഹസ്യമായ ആത്മജ്ഞാനം ഉള്ളവരായി എപ്പോഴും ചുറ്റും പ്രകാശിക്കുന്ന പരബ്രഹ്മ ആനന്ദം നൽകുന്ന അനുഭൂതി അനുഭവിക്കുന്നവരുമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഹേ ഈശ്വര, അല്ലയോ ഈശ്വര, ഈ ലോകത്തിൽ നാരദര്, ശുഗര് തുടങ്ങിയ മുനിമാരൊക്കെ വളരെ ശ്രേഷ്ഠന്മാരാണ്. കാരണം അവര് ഭഗവാന്റെ താമര പോലെ മൃദുലമായ പാദങ്ങളെ എപ്പോഴും മനസ്സിൽ സ്മരിക്കും. അതോടുകൂടി അവരുടെ ദുഃഖം ഇല്ലാതായി മാറുകയും അതീവ ഗൂഢമായ ആത്മജ്ഞാനം അവർക്ക് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരുടെ ചുറ്റും എപ്പോഴും ഒരു പ്രകാശം ഇങ്ങനെ വലയം ചെയ്യും. അവർക്കെപ്പോഴും പരബ്രഹ്മാനന്ദം നൽകുന്ന അനുഭൂതിയാണ് അവർക്കുള്ളത്. ആ അനുഭൂതിയിൽ, ആ പ്രകാശത്തിൽ അങ്ങനെ മുഴുകിയവരായി യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ അവര് വളരെ സ്വൈരമായിട്ട് ഈ നാട് തോറും സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് വേണ്ടത്? ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കമായ അർത്ഥം. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കമായ അർത്ഥം എന്താണ്? അല്ലയോ ഈശ്വര, നാരദനും ശുഗനും തുടങ്ങി മുനി ശ്രേഷ്ഠന്മാര് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ താമര പോലെ മൃദുലമായ പാദങ്ങളെ സ്മരിക്കുന്നത് കൊണ്ട് നാരദർക്കും മറ്റു മുനിമാർക്കും ദുഃഖങ്ങളില്ല. അവർക്ക് അതീവ രഹസ്യമായ ആത്മജ്ഞാനം ലഭിക്കുന്നു. അങ്ങനെ ആത്മജ്ഞാനം ലഭിക്കുന്നതോടുകൂടി അവർ വളരെ പരമാനന്ദം, സച്ചിദാനന്ദം അനുഭവിക്കുന്നവരായിട്ട് അവർ മാറുന്നു. അവരുടെ ചുറ്റും ഒരു പ്രഭാവലയമുണ്ടാകുന്നു. അങ്ങനെ ആ പരബ്രഹ്മം കണ്ടറിഞ്ഞ അല്ലെങ്കിൽ പരബ്രഹ്മം കണ്ടവൻ്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അതിൽ മുഴുകിക്കൊണ്ട് അവർ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. ഇതിൽ പരം എന്താണ് വേണ്ടത്? ഇതാണ് പൊതുവായ അർത്ഥം. ഇനി ഓരോ വരിയും എടുത്ത് നമുക്ക് നല്ലതുപോലെ പരിശോധിക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ വരി ഒന്ന് പരിശോധിക്കാം. മുനി പ്രൗഢാരൂഢ ജഗതി കലു ഗൂഢാത്മഗതയോ. മുനി എന്ന് പറഞ്ഞാൽ മഹർഷിമാര്, പ്രൗഢ ശ്രേഷ്ഠന്മാര്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മഹർഷി ശ്രേഷ്ഠന്മാര് അല്ലേ? മുനി പ്രൗഢ മഹർഷി ശ്രേഷ്ഠന്മാര്. രൂഢ, രൂഢ എന്ന് പറഞ്ഞാൽ ഉറച്ച. പിന്നെ ഇവിടെ ശരിക്കും പ്രസിദ്ധിയുള്ള എന്നർത്ഥം. പ്രസിദ്ധിയുള്ള മുനിശ്രേഷ്ഠന്മാര്. ജഗതി ഈ ലോകത്തിൽ, ഖലു തീർച്ചയായും, ഗൂഢാത്മകത രഹസ്യമാക്കി വെക്കപ്പെട്ട ഏതാണ്? ആത്മജ്ഞാനമുള്ളവരായി. അതായത് ഒന്നാമത്തെ വരിയിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് ആത്മജ്ഞാനം സിദ്ധിക്കുകയും. എന്താണ് ആത്മജ്ഞാനം? എല്ലാവരും പറയാറുണ്ട് ആത്മജ്ഞാനം എന്താണ്? ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുക. ഞാൻ എന്നത് മരിക്കുന്ന ഈ ശരീരമല്ല. മരിക്കുന്ന ഈ ശരീരത്തിനകത്ത് മരിക്കാത്ത ഒരാളുണ്ട്, അയാളാണ് ഞാനെന്ന് തിരിച്ചറിയുക. അതിന് ബാഹ്യമായ കാര്യങ്ങളെല്ലാം വിട്ട് ആമ അതിൻ്റെ അവയവങ്ങൾ ഉള്ളിലേക്ക് പിൻവലിക്കുന്നത് പോലെ നമ്മൾ കണ്ണുകൊണ്ട് പുറത്തുള്ളത് കാണാതെ ഉള്ളിനകത്തുള്ളത് നോക്കുക. ചെവി കൊണ്ട് പുറത്തുള്ളത് കേൾക്കാതെ അകത്തെ ശബ്ദം കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ഓംകാര മന്ത്ര ഓം എന്ന ശബ്ദം വരുന്നത് കേൾക്കാം. അപ്പോൾ നിങ്ങൾ ഞാൻ എന്നതിനെ കണ്ടെത്തി. ഇത് കിട്ടുന്നവരെയാണ് ആത്മജ്ഞാനം നേടിയവരെന്ന് പറയുന്നത്. അല്ലാതെ നമ്മളങ്ങ് പറഞ്ഞു പോകും ആത്മജ്ഞാനം നേടിയവരെന്ന് പറയുന്നത്. അവർക്ക് പിന്നെ എപ്പോഴും പരമാനന്ദമാണ്. അതിനെയാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ആരാണെന്ന് കണ്ടെത്തുകയും ഞാൻ എന്നത് മരിക്കുന്ന ഈ ശരീരത്തിനകത്ത് മരിക്കാത്ത ഒരാളുണ്ട്. അതായത് ഫ്രിഡ്ജ് ശരീരമാണെങ്കിൽ കറണ്ടാണ് ഞാൻ, മൊബൈൽ ശരീരമാണെങ്കിൽ സിം കാർഡാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് പിന്നെ പരമാനന്ദമാണ്.
നിങ്ങളെ മറ്റൊന്നും ബാധിക്കില്ല. അത് മനസ്സിലാക്കിയ മഹർഷിമാരാണ് നാരദരും ശുഗമഹർഷിയും മറ്റും. അവര് ആ ജ്ഞാനം രഹസ്യമായി സൂക്ഷിക്കുന്നു. അതായത് ഞാൻ എന്ന് പറയുന്നത് ഈ ദേഹമല്ലെന്നും ഞാൻ ബ്രഹ്മത്തിൻ്റെ തന്നെ ഭാഗമാണെന്നും മനസ്സിലാക്കിയിട്ട് അവരത് രഹസ്യമാക്കി വെക്കുന്നു. എന്തുകൊണ്ട് രഹസ്യമാക്കി വെക്കുന്നു? കാരണം ഇത് അനുഭവിക്കുമ്പോൾ അവരറിയുന്ന ഒരാനന്ദമുണ്ട്. ഈ ആനന്ദം നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഗൂഢാത്മഗതയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗൂഢം എന്ന് വെച്ചാൽ വളരെ രഹസ്യമാക്കി ഇത് വച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ആരാണ്, ഞാൻ ആരാണെന്ന് മനസ്സിലായപ്പോൾ നമുക്കെന്തു തോന്നി, ബ്രഹ്മജ്ഞാനം കിട്ടിയപ്പോൾ നമുക്കെന്തു തോന്നി എന്ന് ചോദിച്ചാൽ അത് ഒരു കാരണവശാലും നമുക്ക് മറ്റൊരാളടുത്ത് വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല. നല്ലപോലെ പിടി കിട്ടിയല്ലേ? ഞാൻ എന്നത് ഫ്രിഡ്ജല്ല, കറണ്ടാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം നമ്മുടെ ശരീരമാകെ ഒരു കറണ്ടടിക്കും. പിന്നെ നമുക്ക് ദുഃഖമില്ല, സച്ചിദാനന്ദമാണ്. ആ ആനന്ദം അത് മറ്റൊരാളടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. തേനിൻ്റെ രുചി എന്താണ്? തേനിൻ്റെ രുചി അപ്പം നിങ്ങൾ പറയും മധുരം. എന്ത് മധുരം? മധുരം പലതരത്തിലുണ്ട്. കരിമ്പ് കടിക്കുമ്പോൾ ഒരു മധുരം, പഞ്ചസാര തിന്നുമ്പോൾ ഒരു മധുരം, കേക്ക് തിന്നുമ്പോൾ ഒരു മധുരം, ഇല്ലേ? ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു മധുരം. ഏത് മധുരം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ വിവരിക്കാൻ പറ്റും? പിന്നെ നിങ്ങൾക്ക് ഒന്ന് മാത്രമേ പറ്റത്തുള്ളൂ. എന്താണ്? നീട്ടണ നാക്കെന്ന് പറയുക, ഇച്ചിരി തേനെടുത്ത് അങ്ങോട്ട് തേച്ചു കൊടുക്കുക, ഇതാണ് അതിൻ്റെ മധുരം. അതുപോലെ പരബ്രഹ്മം കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ആനന്ദം എന്തെന്ന് അത് അനുഭവിച്ചാലേ പറ്റൂ. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ എപ്പോഴും പറയും, പരബ്രഹ്മം എന്തെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അനുഭവിച്ച ആനന്ദത്തെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ആഴമളക്കാനിളങ്ങിയ ഉപ്പുവാവയെ പോലെയാണെന്ന്. കടലിന് എന്ത് ആഴമുണ്ടെന്നളക്കാൻ ഉപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു പാവ ഇറങ്ങുന്നു. അപ്പം ആ ഉപ്പ് പാവ അതിലങ്ങ് അലിഞ്ഞു പോകും, അതൊരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യർക്കും ഏത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല? ആത്മജ്ഞാനം എന്തെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അതായത് ഫ്രിഡ്ജല്ല കറണ്ടാണ് എന്നത് നല്ലതുപോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. രണ്ട്, ആത്മജ്ഞാനം കിട്ടുമ്പോഴുള്ള ആനന്ദം എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ശുഗമഹർഷി, പിന്നെ നാരദ മുനി, ഇവരൊക്കെ എന്തു ചെയ്യുന്നു? ഈ ആത്മജ്ഞാനം എന്ന് പറയുന്ന വാക്ക്, ആ ആത്മജ്ഞാനം എന്ന സംഗതി നന്നായി അറിഞ്ഞവരാണ്. ആത്മജ്ഞാനത്തിൽ ശരീരം കൊണ്ടുള്ള സഞ്ചാരമടങ്ങിയിരിക്കുന്നു, മനസ്സിൻ്റെ സഞ്ചാരമടങ്ങിയിരിക്കുന്നു, ജ്ഞാനമടങ്ങിയിരിക്കുന്നു, തേജസ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആത്മജ്ഞാനം കിട്ടിയ ഒരാൾ ശരീരം കൊണ്ട് സഞ്ചരിക്കും, മനസ്സുകൊണ്ട് ഭഗവത് പാദങ്ങളിലേക്ക് സഞ്ചരിക്കും, അറിവുകളുണ്ടാവും, അവർക്കൊരസാമാന്യമായ എന്തുണ്ടാകും? തേജസ് ഉണ്ടാകും. അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികളായ മുനിമാരുടെ ചിന്തകൾ മനസ്സിലായ? ഇങ്ങനെ ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ടുള്ള മുനിമാരുടെ ചിന്തകൾ, അവരുടെ യാത്രകൾ, അതൊന്നും നമ്മളെപ്പോലുള്ളവർക്ക് എന്ത് ചെയ്യില്ല? അറിയാൻ കഴിയില്ല. അവരുടെ തേജസ് അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവരെന്തു ചെയ്യുന്നു? ഇവർക്ക് ആത്മജ്ഞാനം കിട്ടുന്നതോടുകൂടി ഭയങ്കരമായ ഒരു തേജസ്, ഒരു പ്രഭാവലയം ഉണ്ടാവുകയും അവർ ലോകത്തിന് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കും. അത് ഞാൻ ഇന്ന ദേശത്തെ ചെയ്യൂ. നമ്മളിവിടെ രാഷ്ട്രീയം പോലെ കൊല്ലം എം പി ആണെങ്കിൽ കൊല്ലത്തിന് വേണ്ടി മാത്രം, കണ്ണൂർ എം പി ആണെങ്കിൽ കണ്ണൂരിന് വേണ്ടി മാത്രം. അങ്ങനെ ഋഷിമാർക്കില്ല. അവർക്ക് ദേശങ്ങളില്ല, കാലങ്ങളില്ല, യാതൊരു ഭേദവുമില്ല. അവർ സന്ദർഭത്തിനനുസരിച്ച് മറ്റു മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ എന്ത് ചെയ്യും? ചെയ്തുകൊണ്ടേ അവരിയ്ക്കും. അതിന് അവർക്ക് ആരുടെയും ഒരു പ്രേരണ ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് നാരദൻ, പിന്നെ ശുഗമുനി തുടങ്ങിയ ശ്രേഷ്ഠന്മാര്
ആത്മജ്ഞാനം സിദ്ധിച്ചവരാണ് എന്ന് പറഞ്ഞാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരമല്ല ഞാൻ. ഈ ശരീരത്തിനുള്ളിൽ മരിക്കാത്ത ഒരാളുണ്ട്, അതാണ് ഞാൻ. അത് മനസ്സിലാക്കുന്നതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദുഃഖങ്ങളില്ല, യാതൊരുവിധ ബന്ധങ്ങളോടുള്ള ഒട്ടലില്ല, പിന്നെ ആനന്ദം മാത്രം, പരമാനന്ദം മാത്രം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു തേജസ് ഉണ്ടാകും. ഈ പരമാനന്ദം കിട്ടുന്നവര്, ആത്മജ്ഞാനം കിട്ടുന്നവര് ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് ദേശങ്ങളില്ല, കാലങ്ങളില്ല, ഒന്നുമില്ല. അവരിങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ചെല്ലുകയും അവരുടെ ഉപദേശം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അവർ മറ്റുള്ളവരെ ഉപദേശിക്കുകയും മോക്ഷമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ വരി ഒന്ന് നോക്കാം. ഭവത് പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖ. ഭവത് അർത്ഥം അങ്ങയുടെ, പാദാംഭോജ പാദപത്മങ്ങളുടെ, താമര പോലെ ഇരിക്കുന്ന പാദങ്ങളുടെ, സ്മരണ, സ്മരണ എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ, വിരുജ, വിരുജ എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്തവനായി, വിരുജ രോഗമില്ലാത്തവനായി, നാരദമുഖ നാരദൻ തുടങ്ങിയവരുടെ, നാരദമുഖ നാരദൻ തുടങ്ങിയവരുടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിൽ അങ്ങോട്ട് മനസ്സുറപ്പിക്കും. അങ്ങനെ മനസ്സുറപ്പിച്ച് കഴിയുന്നതോടുകൂടി നാരദം തുടങ്ങിയ മുനിമാരുടെ സർവവിധ രോഗങ്ങളും ശോകങ്ങളും എല്ലാം ഇല്ലാത്തവരായി അവരാനന്ദ തുന്തിരിതരായി മാറുന്നു. അപ്പം നാരദമുനിക്കും ശുഗമുനിക്കും മറ്റു മഹർഷിമാർക്കും ഒന്നും രോഗങ്ങൾ വരുന്നില്ല. എന്തുകൊണ്ട് രോഗങ്ങൾ വരുന്നില്ല? അവര് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിക്കുന്നു. അവർക്ക് വേറൊന്നിനോടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇവർക്ക് രോഗങ്ങൾ വരാത്തത്. അതല്ലേ ശ്രീബുദ്ധന്? ശ്രീബുദ്ധൻ അങ്ങനെ രോഗം വന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. രോഗവുമില്ല, ഒന്നുമില്ല. കാരണം മരണത്തെ ജയിക്കുന്ന ലോകം ബുദ്ധൻ കണ്ടു. അപ്പം നാരദരും മറ്റും ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ മനസ്സുറപ്പിച്ചതുകൊണ്ടാണ് അവർക്ക് ദുഃഖങ്ങളൊന്നുമില്ലാതെ എന്നും സന്തോഷത്തിൽ കഴിയാനായി പറ്റുന്നത്. ഇവർക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇവർ ലോകം മുഴുവനും, ലോകത്തിലെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. വളരെ പ്രസിദ്ധമല്ലേ നാരദമുനിയുടെ കാര്യമെന്ന് പറയുന്നത്? അല്ലേ? സർവസമയവും നാരദമുനിയുടെ ചുണ്ടിൽ നിന്ന് നാരായണ 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 എന്ന നാമമല്ലാതെ മറ്റെന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ? ഏത് സമയത്തും നാരായണ നാരായണ. നിങ്ങൾ ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റത്തില്ലെങ്കിലും ഒരു വിധം പറ്റും. ഇപ്പം നിങ്ങൾ പറയുകയാണ്, മോളെ വല്ലതും കഴിച്ചിട്ട് പോണേ, എന്നിട്ട് ഉടനെ പറഞ്ഞൂടെ നാരായണ നാരായണ. ഉണ്ടോ? മോളെ ആ അരി അടുപ്പത്ത് കിടക്കുന്നതേ ഒന്ന് ഇറക്കി വെച്ചേക്കണേ, എന്നിട്ട് പറ നാരായണ നാരായണ. ഇങ്ങനെ ലൗകിക ജീവിതത്തിൽ എന്ത് സംഭവം പറഞ്ഞാലും അതിൻ്റെ ഒടുവിൽ എന്ത് ചെയ്യുക? നാരായണ നാരായണ എന്ന രണ്ട് വാക്കുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പുണ്യം വളരെ വളരെ വലുതായിരിക്കും. ഇന്നു മുതൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം. ഇവിടെ ഈ രോഗശമനം എന്ന് പറയുന്നതിനകത്ത് മറ്റൊരർത്ഥമുണ്ട്. ഭട്ടതിരിപ്പാട് തൻ്റെ വാതരോഗം മാറ്റുന്നതിന് വേണ്ടിയാണ് നാരായണീയം രചിച്ചതെന്നുള്ളത് വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങളിൽ പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ആ വാതരോഗത്തെ മാത്രമല്ല ഭട്ടതിരിപ്പാട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെയോ മനുഷ്യൻ്റെ മനസ്സുകളെ മുഴുവനും വാതരോഗം ബാധിച്ചിരിക്കുകയാണ്. വാതരോഗം ബാധിച്ചാൽ നമ്മുടെ ശരീരം തളർന്നു പോകുന്നത് പോലെ മനസ്സിന് വാതരോഗം ബാധിക്കുകയും
മനുഷ്യ മനസ്സിൽ തളർന്നു കിടക്കുകയുമാണ്. എങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സ് വാതരോഗം ബാധിച്ച് തളർന്നു കിടക്കുന്നത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. സുഹൃത്ത്, ഭാര്യ, ഭർത്താവ്, മക്കള്, ധനം, ജോലി, ഇങ്ങനെ കല്യാണം, ഇങ്ങനെ പല പല കാര്യങ്ങളിൽ മുഴുകിക്കിടക്കുന്നവൻ വാതരോഗികളാകുന്നു. അപ്പോൾ വാതരോഗി എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. പട്ടതിരിപ്പാട് പറയുന്നത് ആരാണോ ലൗകിക സുഖങ്ങളിൽ മുഴുകിക്കിടക്കുന്നത്, ആഗ്രഹങ്ങളുള്ളവൻ, ധനം വേണം, ജോലി വേണം, മക്കള്, ഭാര്യ, ഭർത്താവ്, വാഹനം വേണം, ഇങ്ങനെ ചിന്തിക്കുന്ന സകല മനുഷ്യരും വാതരോഗികളാണ്. കാരണം വാതരോഗിക്ക് കയ്യോ കാലോ ഒക്കെ അനക്കാൻ വയ്യ, തളർന്നു കിടക്കുന്നു. അവൻ ഇവിടെ നിന്ന് അപ്പുറത്തൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നിരങ്ങി പോകും. വാതരോഗമില്ലാത്തവൻ അവനേക്കാൾ മുമ്പേ എത്തും. അപ്പം മനുഷ്യ മനസ്സുകളെ വാതരോഗം ബാധിച്ചിരിക്കുന്നത് കൊണ്ട് മനുഷ്യ മനസ്സുകളെ വാതരോഗം ബാധിച്ചിരിക്കുന്നത് കൊണ്ട് അവർ ഞെരങ്ങി പല 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 ജന്മങ്ങളെടുത്തേ ഭഗവാന്റെ പാദപത്മങ്ങളിൽ എത്തത്തുള്ളൂ. നാരദ മുനിമാർക്ക് മനസ്സിന് വാതരോഗമില്ലാത്തത് കൊണ്ട് അവർ നമ്മളെക്കാൾ മുമ്പിലെത്തും. ഇതാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഭഗവത് പാദാംബോജസ്മരണ. ഭഗവാന്റെ താമര പോലെയുള്ള പാദങ്ങളിൽ സ്മരണ ഉണ്ടായാൽ വിരുചോ രോഗങ്ങളില്ലാതായി മാറും. നാരദൻ തുടങ്ങിയുള്ള മുനിമാര് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ വാതരോഗികളാണ്. ഭട്ടതിരിപ്പാടിൻ്റെ ശരീരത്തിനേ ഉള്ളൂ വാതരോഗം, നമ്മുടെയൊക്കെ മനസ്സിന് വാതരോഗമാണ്. ഈ ബന്ധങ്ങൾ എന്ന വാദത്തിൽ കുടുങ്ങിക്കിടന്നാൽ ഒരുപാട് ജന്മങ്ങളെടുത്ത് വാതരോഗി നിരങ്ങിപ്പോകുന്നത് പോലെ മാത്രമേ ഭഗവാന്റെ അടുക്കലെത്തൂ എന്നാണ് രണ്ടാമത്തെ വരി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരി, ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരജിത്. ഇതൊരു കൊച്ചിതാണ്, വലിയ കാര്യമില്ല. മൂന്നാമത്തെ വരി, ചരന്തീശ അവരിങ്ങനെ സഞ്ചരിക്കുന്നു, ഈശ്വര സഞ്ചരിക്കുന്നു. സ്വൈരമായി മറ്റൊരു ചിന്തകളും അലട്ടാതെ, സതത എപ്പോഴും, പരിനിർഭാത പരചിത്ത് അവരുടെ ചുറ്റും പ്രകാശിക്കുന്ന ഒരു പ്രഭാവലയത്തോടു കൂടി. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, മറ്റൊന്നും ചിന്തിക്കാതെ, യാതൊന്നും അലട്ടാതെ, മക്കളെക്കുറിച്ചുള്ള ചിന്ത, ഭാര്യയെക്കുറിച്ചുള്ള ചിന്ത, ലൗകിക സുഖങ്ങളെക്കുറിച്ചുള്ള ചിന്ത, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ സഞ്ചരിക്കുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർ ആരായാലും അവരെ നമുക്ക് മഹർഷിമാരെന്ന പേര് വിളിക്കാം. ഇങ്ങനെ വേറൊന്നും ചിന്തിക്കാതെ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരും മഹർഷി എന്നാണ്. പ്രശസ്തമായ മഹർഷിമാരെന്ന് പറയുന്നത് നാരദനും ശുഗനും തുടങ്ങിയ ദിവ്യന്മാരാണ്. ഇവർക്ക് ആഗ്രഹങ്ങൾ നശിക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ ചുറ്റും ഒരു പ്രകാശ വലയം ഉണ്ടായിരിക്കും. ഇത് ശ്രീബുദ്ധൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ശ്രീബുദ്ധൻ എപ്പോഴും പറയും, നിങ്ങൾക്കൊരേ ഒരു മാർഗം, ആഗ്രഹങ്ങൾ ഇല്ലാതാവുക. ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല വഴി ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുക. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ഏത് നിമിഷമാണോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധേ രാധേ ചാനലിലെ പ്രേക്ഷകർ, അവർക്ക് ആഗ്രഹങ്ങൾ പൂർണ്ണമായും നശിക്കുന്നത്, ആ നിമിഷം നിങ്ങളുടെ ശിരസ്സിന് ചുറ്റും ഒരു ഒരു പ്രകാശ വലയം നിങ്ങൾക്കുണ്ടായിരിക്കും. അങ്ങനെ വന്നു കഴിയുന്ന നിമിഷം മുതൽ നിങ്ങൾ ഒരിടത്ത് അടങ്ങിയിരിക്കാൻ ആഗ്രഹിക്കില്ല. പല പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. അതില്ലേ നാരദനും വ്യാസമുനിക്കുമെല്ലാം എപ്പോഴും ഏതാണ് സഞ്ചാരമല്ലേ, എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ആഗ്രഹങ്ങൾ ഒടുങ്ങണം.
ആഗ്രഹങ്ങൾ എങ്ങനെ ഒടുങ്ങും എന്നതാണ് വെള്ളിയാഴ്ചത്തെ എൻ്റെ ധർമ്മപദം ക്ലാസ്. വെള്ളിയാഴ്ചത്തെ എൻ്റെ ധർമ്മപദം ക്ലാസ് കേൾക്കുന്നവർക്ക് ഇപ്പം മനസ്സിലായി കാണും ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാകും. കേൾക്കാത്തവർ ദയവ് ചെയ്ത് ധർമ്മപദം പ്ലേലിസ്റ്റിൽ നിന്ന് ഒന്നേന്നെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആഗ്രഹങ്ങൾ ഒടുങ്ങിക്കഴിഞ്ഞാൽ ചിന്തകൾ നിൽക്കും. നിങ്ങളുടെ ചിന്തകൾ മുഴുവനും ഏതെന്ന് പറയുന്നത് ആഗ്രഹങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പം ആഗ്രഹങ്ങൾ തീരുന്ന നിമിഷം നിങ്ങൾക്ക് ചിന്തകൾ നിൽക്കും. ചിന്തകൾ നിൽക്കുന്ന നിമിഷം ദുഃഖങ്ങൾ ശമിക്കും. ആ നിമിഷം നിങ്ങൾക്ക് ഞാൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും. അതായത് മരിക്കുന്ന ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആ മരിക്കാത്ത ആളിനെ നിങ്ങൾ കണ്ടെത്തും. പിന്നെ നിങ്ങൾക്ക് പരമാനന്ദമാണ്. പിന്നെ നിങ്ങളൊരിടത്ത് അടങ്ങിയിരിക്കില്ല. പിന്നെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ചുറ്റും എപ്പോഴും ഒരു തേജസ് ഉണ്ടായിരിക്കും. ആ തേജസ് കാണുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ വണങ്ങിയിരിക്കും. അതിനുദാഹരണമാണ് നാരദമുനിയും വ്യാസമുനിയും മറ്റുമെന്നാണ് 3-ാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 4-ാമത്തെ വരിയിലേക്ക് വരാം. അവസാനത്തെ വരി സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്ന. അത് ചേർത്ത് വായിക്കുമ്പം സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമ പരം. പിരിച്ചെഴുതുമ്പം സദാനന്ദ അധികം അദ്വൈത. സദാനന്ദ ബ്രഹ്മമെന്തെന്നറിഞ്ഞവൻ്റെ ആനന്ദം. അദ്വൈത, അദ്വൈത എന്ന് പറഞ്ഞാൽ രണ്ടല്ല ഒന്നാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഒന്നാണ്. ഞാനും ഭഗവാനും രണ്ടല്ല, ഞാനും ഭഗവാനും ഒന്നാണ്. നമ്മൾ ശബരിമലയിൽ കാണുന്ന കണക്ക് അവിടെ ശബരിമലയിൽ ഇരിക്കുന്നതും അയ്യപ്പൻ, പടി കയറി പോകുന്നതും അയ്യപ്പൻ, മനസ്സിലായ? പിന്നെ ഇരുമുടിക്കെട്ട് വേണ്ടി പോകുന്നവരും എല്ലാം ആരാണ്? അയ്യപ്പൻ. ഭഗവാനും ഭക്തനും ഒന്നാകുന്നു. അതാണ് അദ്വൈതം, രണ്ടില്ല എന്ന ഭാവം. അപ്പം അദ്വൈതം അറിയാമല്ലോ. അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദ്വൈതം. ദ്വൈതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ വേറെ, നമ്മൾ വേറെ, ഭക്തൻ വേറെ. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഭഗവാനും നമ്മളും എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. പ്രസര, പ്രസര ഇങ്ങനെ പ്രസരിക്കുന്നു, പ്രവഹിക്കുന്നു. പരിമഗ്ന, പരിമഗ്ന മുഴുകുന്നു. കിമ പരം, ഇനി എന്താണ് വേണ്ടതെന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. ഇനി എന്താണ് വേണ്ടത്? അതായത് നാരദാദി മുനിമാര് ബ്രഹ്മത്തിൻ്റെ സത്യമെന്തെന്നറിഞ്ഞവരാണ്. നാരദാദി മുനിമാര് ബുദ്ധനെ പോലെ ശരിക്കും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അതിശക്തമായ പ്രകാശം, ആ അതിശക്തമായ പ്രകാശത്തെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ബ്രഹ്മമാണ് യഥാർത്ഥത്തിലുള്ളത്. അതിൽ നിന്നാണ് മറ്റെല്ലാം വന്നിരിക്കുന്നത്. അത് കണ്ട് അറിഞ്ഞവരാണ് നാരദരും മറ്റു മുനിമാരും. അതുകൊണ്ട് തന്നെ ആ ബ്രഹ്മം, ബുദ്ധൻ കണ്ട ആ ഉജ്ജ്വല പ്രകാശം, അത് കണ്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഇങ്ങനെ ആനന്ദത്തിൽ ആറാടി നിൽക്കും. അവരെപ്പോഴും ഇങ്ങനെ സഞ്ചരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ദ്വൈതഭാവമില്ല. ഞാനെന്നും നീയെന്നും അങ്ങനൊരു ഭാവമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഞാൻ മാത്രം. ആ ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഞാനല്ല. സകലതും പല്ലിയും ഞാനേ, പുഴുവും ഞാനേ, പാമ്പും ഞാനേ, ദൈവവും ഞാനേ, ഈ പ്രപഞ്ചത്തിലെ വൃക്ഷവും ഞാനേ, പിന്നെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്ന കൊച്ചു കൊച്ചു ചെടികളും ഞാനേ, പുല്ലും ഞാനേ. ഒന്നിനും വ്യത്യാസമില്ല. ഒന്നിനും വ്യത്യാസമില്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. ഞാൻ തന്നെയാണ് ഇതെല്ലാം. ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ തന്നെയാണെന്നുള്ളത് കൊണ്ടാണ്. ഒരച്ഛൻ മകനെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ മകളെ സ്നേഹിക്കുന്നത് അവൻ അല്ലെങ്കിൽ അവൾ എൻ്റെ പ്രതിരൂപമാണ്. കണ്ടാൽ ഛായയിൽ പോലും എന്നോട് സാമ്യമുണ്ട്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് അവര് നമ്മുടെ പ്രതിരൂപമാണ്.
എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഞാൻ തന്നെയാണ്, എൻ്റെ മകൾ ഞാൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് മകനോടും മകളോടും എന്തൊരു സ്നേഹം, എന്തൊരു വാത്സല്യം. അങ്ങനെയാണെങ്കിൽ ഈ പല്ലിയും ഞാൻ തന്നെയാണെന്ന് കണ്ടാൽ പിന്നെ പല്ലിയോട് വാത്സല്യമല്ലേ? ഈ പുഴുവും ഞാൻ തന്നെയാണ്, ഈ പുല്ലും ഞാൻ തന്നെയാണ്, ഈ വൃക്ഷവും ഞാൻ തന്നെയാണ്. ഏതുപോലെ ശ്രദ്ധിച്ചു കേട്ടോളണം. നിങ്ങൾ നിങ്ങളുടെ മകനെ മകളെ കാണുമ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഞാൻ തന്നെയാണ്, അവന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് പിന്നെ നിങ്ങൾ. പക്ഷേ നാരദാദി മുനിമാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും എൻ്റെ പ്രതിരൂപമാണ്, ഞാൻ തന്നെയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതിനോടും അവർക്ക് അതിയായ സ്നേഹമാണ്, അതിയായ വാത്സല്യമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും നിങ്ങളുടെ മകനിലും മകളിലും മാത്രം ഒതുക്കി നിർത്തുമ്പോൾ നാരദാദി മുനിമാര് ബ്രഹ്മമെന്തെന്നറിഞ്ഞവര് അവരെന്ത് ചെയ്യുന്നു? പ്രപഞ്ചത്തിലുള്ള സകലതും തങ്ങളാണെന്ന് കണ്ടെത്തുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ അവർ ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും സ്നേഹിക്കുന്നു. അപ്പം അവർക്കെല്ലാം ബ്രഹ്മമാണ്. ശരീരമുണ്ടെങ്കിലും അവർ ശരീരത്തിൽ നിന്ന് മുക്തരാണ്, അവർ ശരീരബോധമില്ലാത്തവരാണ്. അങ്ങനെയുള്ള മനുഷ്യരെ എന്തു ചെയ്യും? ഒരു വലിയ പ്രഭാവലയം അവർക്ക് ചുറ്റുമുണ്ടാകും. അവർക്ക് ചുറ്റും ഒരു വലിയ പ്രകാശം ഇങ്ങനെ നിൽക്കും. അവർക്ക് സ്വൈരമായിട്ട് എവിടെയും കടന്നു ചെല്ലാം. കാലവും ദേശവും ഒന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് ഏത് രൂപവും സ്വീകരിക്കാൻ പറ്റുമെന്നറിയുക. അതറിയുക. ഇപ്പം നമ്മൾ ബ്രഹ്മം എന്തെന്ന് കണ്ടറിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ചയുള്ള ധർമ്മപദം കാണുക. ആ ധർമ്മപദത്തിലൂടെ ബ്രഹ്മം എന്തെന്ന സത്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അത് തിരിച്ചറിയുന്നവൻ ആരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് കച്ചവടം ചെയ്യുന്നവനോ തെങ്ങി കയറുന്നവനോ ആരും ആയിക്കൊള്ളട്ടെ, അത് തിരിച്ചറിയുന്ന നിമിഷം അവനും ദൈവമായി മാറിക്കഴിഞ്ഞു. അവൻ്റെ ചുറ്റും ഒരു അസാധാരണമായ ഒരു പ്രഭാവലയം വരും. അവന് ഏത് രൂപവും സ്വീകരിക്കാൻ സാധിക്കും. അവനൊരു പല്ലിയാകണമെന്ന് വെച്ചാൽ നിമിഷം കൊണ്ട് പല്ലിയാകാം. അവനൊരു സ്ത്രീ ആകണമെന്ന് വെച്ചാൽ നിമിഷം കൊണ്ട് സ്ത്രീയാകാം. ഒരു സിംഹമാകണമെന്ന് വെച്ചാൽ നിമിഷം കൊണ്ട് അവന് സിംഹമാകാൻ പറ്റും. അതാണ്, ഏത് രൂപവും അവർക്ക് സ്വീകരിക്കാം. ഓർമ്മിക്കുക, നിങ്ങൾ വെള്ളിയാഴ്ചത്തെ ധർമ്മപദം കണ്ടാൽ നിങ്ങൾക്കിത് വളരെ വ്യക്തമാകും. ബുദ്ധൻ പറയുന്നുണ്ട്, ആ ഉജ്ജ്വല പ്രകാശം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ച് നിർത്തുന്ന ഉജ്ജ്വല പ്രകാശം, ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങളും സൂര്യനും അടർന്ന് താഴെ വീഴാതെ അവരെ താങ്ങി നിർത്തുന്ന ആ ഉജ്ജ്വലമായ പ്രകാശത്തെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടെത്തും? അതാണ് ധർമ്മപദത്തിൽ പറയുന്നത്. അതൊരിക്കലും ഈശ്വരന്മാർ സഹായിച്ചല്ല, നമ്മൾ സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ബുദ്ധനൊക്കെ അങ്ങനെയാണ്. ബുദ്ധനെ ഏതെങ്കിലും ദൈവം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തതല്ല, ബുദ്ധൻ അത് സ്വയം കണ്ടെത്തിയതാണെന്ന സത്യം നിങ്ങൾ അറിയുക. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രൂപവും സ്വീകരിക്കാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ എവിടെയും ചെല്ലാൻ പറ്റും. എന്ന് മാത്രമല്ല, മറ്റൊരാൾ വിഷമിച്ചാൽ, ഇപ്പം നിങ്ങളുടെ മകൻ വിഷമിച്ചാൽ നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നത് പോലെ, നിങ്ങളുടെ മകള് വിഷമിച്ചാൽ നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നത് പോലെ, ഈ പ്രപഞ്ചത്തിലെ ഒരു പുഴു വിഷമിച്ചാലും അവർക്ക് സങ്കടമുണ്ടാകും. അവർ വേണ്ടുന്ന കാരുണ്യം ചൊരിയും. അവർക്ക് ഉപദേശം കൊടുക്കേണ്ടിടത്തൊക്കെ അവർ ഉപദേശം കൊടുക്കും. നിരവധി സന്ദർഭങ്ങൾ അതിനെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്ന് രണ്ടെണ്ണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇല്ലേ, ശ്രീമദ് ഭാഗവതത്തിൽ നമ്മളെ നാരദ മഹർഷിയുടെയും ശ്രീ ശുഗൻ്റെയും മറ്റും ഇത്തരത്തിലുള്ള ഇടപെടലിനെ കുറിച്ച് പരാമർശമുണ്ട്. പഞ്ചമവേദമെന്നറിയപ്പെടുന്ന മഹാഭാരതം തുടങ്ങിയുള്ള അനേകമായിട്ടുള്ള ഉത്കൃഷ്ട കൃതികൾ രചിച്ച ആളാണ് ആരെന്ന് പറയുന്നത്? വ്യാസൻ. അങ്ങനെ ഉത്കൃഷ്ട കൃതികൾ രചിച്ചിട്ടും വ്യാസന് ശാന്തി ലഭിക്കുന്നില്ല, ദുഃഖിച്ചിരിക്കുകയാണ്. ആ ദുഃഖം കണ്ടപ്പോൾ സാക്ഷാൽ വേദവ്യാസ മുനിയുടെ സങ്കടം നാരദനും സങ്കടമുണ്ടാക്കി. അപ്പം നാരദൻ വേദവ്യാസ മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും മനഃശാന്തി ലഭിക്കാൻ എന്ത് മാർഗം സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതേ കണക്ക് തന്നെ നമുക്കെല്ലാം അറിയാം, ഏതാണ് ശാപം മൂലം തക്ഷകന്റെ ദംശനം.
തക്ഷകൻ എന്ന സർപ്പത്തിൻ്റെ ദംശനം കടി, ആ ദംശനത്തെ പ്രതീക്ഷിച്ച് കഴിയുന്ന പരീക്ഷത്തിൻ്റെ സമീപത്ത് ശ്രീ ശുഗമഹർഷി എത്തുന്നു. ശ്രീ ശുഗമഹർഷി എത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് തക്ഷകൻ തന്നെ ദംശിക്കുമെന്ന ഭീതിയിൽ നിന്ന് മോചനം നേടുകയും തക്ഷകന്റെ ദംശത്തോടു കൂടി പരമമായ സത്യത്തിൽ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താനുള്ള വഴി ഉപദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മുനിമാര് മാത്രമല്ല, ആര് വിഷമിച്ചാലും ഈ ബ്രഹ്മജ്ഞാനം കിട്ടിയ മഹർഷിമാര് ഓടിയെത്തും, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കും. അങ്ങനെ ആത്മജ്ഞാനം കിട്ടി സർവ്വ ദുഃഖങ്ങളിൽ നിന്നും സർവ്വ രോഗങ്ങളിൽ നിന്നും മോചിതനാകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: ദൈവമേ, ദൈവമേ, എനിക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ആ ഉജ്ജ്വലമായ പ്രകാശത്തെ കാണിച്ചു തരണേ. അങ്ങനെ ആത്മജ്ഞാനം എനിക്ക് ലഭിക്കണേ. ആത്മജ്ഞാനം കിട്ടി എന്നെ സർവ്വ രോഗങ്ങളിൽ നിന്നും എന്നെ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചിതനാക്കി തരണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്ക് ആത്മജ്ഞാനം നൽകണേ. എനിക്ക് ആ ബ്രഹ്മസത്യത്തെ തിരിച്ചറിയണം. എനിക്ക് രോഗങ്ങളില്ലാതെ കാത്തുരക്ഷിക്കണേ. എനിക്ക് ദുഃഖങ്ങളില്ലാതെ കാത്തുരക്ഷിക്കണേ. എന്നെ രോഗങ്ങളിൽ നിന്നും എന്നെ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കണേ. എനിക്കിനിയും ഓരോ ഗർഭപാത്രത്തിൽ ചെന്ന് വീഴാൻ വയ്യ. ഇതെന്റെ അവസാന ജന്മമായിരിക്കാൻ അനുഗ്രഹിക്കണേ. എന്നെ രോഗങ്ങളിൽ നിന്നും ശോകങ്ങളിൽ നിന്നും സർവ്വവിധ ലൗകിക ബന്ധത്തിലെ ഒട്ടലുകളിൽ നിന്നും മോചിപ്പിക്കണേ. കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.